മുഹമ്മദ് നബി സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിന്റെയും വിശ്വരൂപമായിരുന്നു എന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ടൗൺ ഏരിയ സുന്നി കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ, സലം എംഎൽഎ അഹമ്മദ് ദേവർകോവിൽ തുടങ്ങിയ മത സാംസ്കാരിക വൈജ്ഞാനിക രാഷ്ട്രീയ രംഗത്ത് പ്രമുഖർ അണിനിരന്ന് കടന്നു വരികയായി. എന്റെ ജീവിതമാണ് എന്റെ ദർശനമെന്ന് ലോകത്താദ്യമായി പ്രഖ്യാപിച്ച സമത്വത്തിന്റെ സന്ദേശവാഹകൻ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല, വർഗീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനും വർഗീയതയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവനും അതിനുവേണ്ടി രക്തം ചിന്തുന്നവനും എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ലെന്ന് ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ച സമത്വത്തിന്റെ സാഹോദര്യത്തിന്റെ കാവലാൾ വിശ്വപ്രവാചകൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിന്റെയും വിശ്വരൂപമായിരുന്നു എന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. ടൗൺ ഏരിയ സുന്നി കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിന്റെയും ഇരുളടഞ്ഞ ലോകത്ത് ഏറെ പ്രസക്തമാണ് പ്രവാചക ദർശനങ്ങൾ. സഹിഷ്ണുതയുടെ തരിശായ നെഞ്ചകങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ സംഘർഷങ്ങൾക്കും നിദാനം. 6-ാം നൂറ്റാണ്ടിന്റെ അസുരകാലത്തെ മാതൃകാ സമൂഹമായി പരിവർത്തിപ്പിച്ചതിന്റെ പ്രധാന ഘടകം മുഹമ്മദ് നബിയുടെ സഹിഷ്ണുതാ മനോഭാവമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് മുഹമ്മദ് അലി കടപ്പുറത്ത് നിന്ന് ആരംഭിച്ച റാലി ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. സമാപന സംഗമത്തെ അഹമ്മദ് ദേവർകോവിൽ എംഎൽഎ അഭിസംബോധന ചെയ്തു. SJM റേഞ്ച് പ്രസിഡന്റ് അബ്ദുസലാം സക്കാഫി, കൂളിമാട് അബ്ദുറഹ്മാൻ സക്കാഫി, സയ്യിദ് മുല്ലക്കോയ തങ്ങൾ, സക്കീർ ഹുസൈൻ മുഗദാർ, സക്കീർ ഹുസൈൻ പള്ളിക്കണ്ടി, ബഷീർ ഹാജി പള്ളിക്കണ്ടി, ഉസ്മാൻ കോയ എന്നിവർ നേതൃത്വം നൽകി. സുന്നി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസ് മമ്മു ഹാജി അധ്യക്ഷത വഹിച്ചു. മാലിക് ഉസ്മാൻ ഇടിയങ്ങര സ്വാഗതവും ഫാറൂഖ് കല്ലായി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MMC യിൽ പ്രവേശിപ്പിച്ച യുവതിയും നവജാത ശിശുവും മരിച്ച സംഭവത്തിൽ കർശന നടപടി വേണം